ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായി ഷെയർ ചെയ്യുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ചേർത്ത് കൊടുക്കാം. അത് എന്നിട്ടൊരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ ഓയിലിൽ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസസും ഒക്കെ ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്യാം. ഇനി ഇതും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ആ ഓയിലിൽ തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച റൈസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യിക്കാം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ നല്ലോണം ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ അരി ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് അതവിടെ ഇടാം. ഇനി അതിലോട്ട് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും ചോപ്പ് ചെയ്ത തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം.
അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും പുതിനയിലും മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വെന്ത് വന്ന റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനും കാഷ്നട്ട്സും കിസ്മിസസും കുറച്ച് പുതിനയിലും മല്ലിയിലും വീശി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗീയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മൂടി വെച്ച് 10 മിനിറ്റ് സിമ്മിലിട്ട് കുക്ക് ചെയ്യാം. അത് നല്ലോണം കുക്കായി വരുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു പാനിലോട്ട് മാറ്റാം. അത് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി. ഇനി നമുക്കൊരു നല്ലൊരു പാത്രത്തിലോട്ട് അത് സെർവ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.